അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു ഗെയിമിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാക്ക് റൂംസിൻ്റെ ഫസ്റ്റ് ലെവൽ നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെയാണ് ഗൈസ് പൂൾ റൂംസ്. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ദ ലോങ്ങർ യു സ്റ്റേ ദ ലെസ് റിയൽ ദ ഔട്ട്സൈഡ് വേൾഡ് ഫീൽസ്. ഓക്കെ ഗൈസ്, ബീജിയം ഒക്കെ കിടിലാണ് ഗൈസ്. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിറങ്ങിയ പോലെ നമ്മൾ ലിഫ്റ്റിൽ വന്നിറങ്ങിയിട്ടുണ്ട് പൂൾ റൂംസിൽ. എൻ്റെ മോനെ ഗ്രാഫിക്സ് ഒക്കെ ഇജാതി കിടിലാണ് ഗൈസ്. ഇങ്ങനത്തെ ഗ്രാഫിക്സ് ആണ് എൻ്റെ മോനെ. നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല, ചുമ്മാ ട്രൈ നോക്കി. ഇവിടെ ഒരു ലിഫ്റ്റല്ല സോറി ഗൈസ്, സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഓടി ചാടി ഇറങ്ങിപ്പോവാം. ഓക്കെ ഗൈസ്. എൻ്റെ മോനെ, നമ്മളിത് എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. നടന്ന് നമ്മൾ എവിടെ എത്തി. ഇവിടെയൊക്കെ എന്തോ ഉണ്ട്. എൻ്റെ മോനെ ഗൈസ്, എൻ്റെ മോനെ, നിങ്ങൾ സൈഡ് കണ്ടോ ഗൈസ്? സൈഡ് ഫുള്ള് ആ ഒരു വൈബ് കണ്ടോ, നേരെ കിടക്കുന്ന ആ വഴി, അതൊരു പ്രത്യേക വൈബാണ് ഗൈസ്. നമുക്ക് ഇതിലോട്ട് വീഴത്തില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് ചരിഞ്ഞ് ചരിഞ്ഞൊക്കെ പോവാം. എൻ്റെ മോനെ ഗൈസ്, തിരിച്ചു പോകുമ്പോൾ ഗൈസ് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ അവിടോട്ട് പോയി നോക്കിയില്ലേ? നമ്മൾ എല്ലാ വഴിയിലും പോയി നോക്കണമല്ലോ ഗൈസ്. എങ്ങനെയാലും അങ്ങോട്ട് പോയി നോക്കാം. പക്ഷേ ഇതുവഴി പോകാൻ പറ്റുമോ? പക്ഷേ ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ കണ്ടോ ഗൈസ്, ഒരു ജീൻസൊക്കെ ഇട്ടിട്ട്. നമ്മൾ റിച്ചാണ് ഗൈസ്, റിച്ച്. ഓ ഗൈസ്, ഇവിടെ ഒരു വഴിയുണ്ട്, ചാടാൻ പറ്റില്ല. ഓ ഗൈസ്, സ്വിമ്മിങ് പൂൾ. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്, അവിടെ ഇതുവഴി പോകണ്ട. ഓ ഗൈസ്, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമോ? ഓ ഗൈസ്, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ അധിക സമയം നിൽക്കുന്ന ഡേഞ്ചറസ് ആണ് ഗൈസ്. ഇതിലെ പേര് പൂൾ റൂംസ് എന്നാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് തിരിക്കുന്ന എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കാം എന്ന്. അതായത് നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുണ്ട്, കുളിച്ച് കുറേ ദിവസമായില്ലേ കുളിച്ചിട്ട്. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ? നിങ്ങളല്ല ഗെയിമിലാളെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് അതൊരു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കിതിൽ ഫുള്ള് ആ സ്കാമും ഗ്ലിച്ചും എല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും ഗൈസ്. ഈ ഒരു വ്യൂ നോക്കിയാൽ നമ്മളതിലിപ്പോൾ ഒരു സാധനമില്ല, ബാറ്ററി അങ്ങനെ ഒന്നുമില്ല ഗൈസ്. എൻ്റെ മോനെ ഇപ്പോൾ വീണ ഗൈസ്. ഇവിടെ ഇതൊരു വലിയൊരു കുഴിയാണ്, അവിടെ ഒരു ലാഡർ ഉണ്ട്. ഇതിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് ചാടാൻ പറ്റത്തില്ല. ഈ ലാഡറിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇല്ല ഗൈസ്, ലാഡറിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ 3 വേ ഉണ്ട് ഗൈസ് പോകാനുള്ള. നമുക്ക് ഓരോ വേ ആയിട്ട് പോയി നോക്കാം. പക്ഷെ ഇവിടെ എന്തോ ഉണ്ട്, ഈ സൈഡൊക്കെ നോക്കിയാൽ സെറ്റാണ് ഗൈസ്. നമുക്കിവിടെ പോകാൻ പറ്റുന്നില്ല. ദ മെയ്സ് ഈസ് ക്ലോസ്ഡ് ഫോർ മെയിൻ്റെനൻസ്. പക്ഷേ ഇതൊരു മെയ്സാണ് ഗൈസ്. ഈ മെയ്സ് മെയിൻ്റെനൻസ് കാരണം ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ മെയ്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ പൂൾ റൂംസിലൊന്ന് തോന്നുന്നത് ഗൈസ്. അടുത്തയിലോട്ട് പോവാം. ഓ, ഇവിടെ ഒരു കിടിലം പൂളുണ്ട്. അതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഉണ്ട് കിടിലം. ഓക്കെ ഗൈസ്, നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് ആ നീല സാധനം കാണാമെന്ന് തോന്നുന്നു, ആ നീല കളറ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വലിയ കിടില സംഭവം കാണാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇതൊരു കേൾസലാണ് ഗൈസ്. മുകളിലോട്ട് പോകാൻ തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇവിടോട്ട് പോയി നോക്കാം. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. നമുക്ക് ഇരുട്ടത്തോട്ട് കയറി നോക്കാം. എന്താ ഗൈസ്, പേടിക്കണ്ട, നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഗൈസ്. പക്ഷെ ബാറ്ററി ഇല്ല, അത് മാത്രമേ ഉള്ളൂ ഗൈസ് കുഴപ്പം. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെയൊന്നും ഒരു സംഭവം കാണാനില്ല ഗൈസ്. എൻ്റെ മോനെ, നമുക്ക് ഇവിടെയൊന്നും ഒന്നും കാണാനില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ തിരിച്ചു പോവാം. ഒരു ബ്ലൂ സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് ഗൈസ് ഇവിടെ നിൽക്കുക. ഞാനല്ല, ഇതിലെ പ്ലെയർ. നമുക്ക് എന്തായാലും ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോവാം. മുകളിൽ എന്തായിരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പതുക്കെ പതുക്കെ കയറുകയാണ്. ഇവിടെ നിന്ന് വീണാൽ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം ഗൈസ്. ഗൈസ്, ഇവിടെ സൈഡിൽ ഈ സംഭവം വന്നു. അപ്പോൾ നമുക്ക് ഇനി സ്പീഡിൽ പോകാം ഗൈസ്. നമുക്കിനി ഓടാം ഗൈസ്. നമ്മളെ തടയാൻ ഇനി ആരുമില്ല. ജൂയി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ താഴെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ കയറുകയാണ്. പതുക്കെ അല്ല ഗൈസ്, നമ്മൾ സ്പീഡിലാണ് കയറണേ. ഇതൊരു ഇൻഫിനിറ്റ് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു ഗൈസ്. പറഞ്ഞപ്പോഴേ നമ്മളെ പുറത്തെത്തി. ഓ, ഇവിടെ മറ്റേ സാധനമുണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സാധനം ഗൈസ്. നമ്മൾ ആ സാധനം തിരിച്ചിട്ടുണ്ട്. ഇവിടോട്ടൊരു വഴിയുണ്ട്, ഇവിടെ ഒന്നുമില്ല.
ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. പക്ഷെ അവിടെ വെച്ച സ്റ്റെപ്പ് തീരെയാണ് ഗൈസ്. നമ്മളെ പൊട്ടനാക്കാനാണ് നോക്കിയാൽ നമ്മളങ്ങനെ പൊട്ടനാകത്തില്ലല്ലോ ഗൈസ്. അറിയില്ലേ, പ്രൊഫഷണൽ പ്ലെയർ ഗൈസ്. പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഡോണ്ട് ഗെറ്റ് മാഡ് ഓർ ഡോണ്ട് ഗെറ്റ് പ്രാങ്ക്ഡ്. ഞാൻ ഈ സ്റ്റെപ്പിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അതൊരു വിലക്കിഴപ്പാണ് ഗൈസ്. അത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന കാര്യം പറയാം ഗൈസ്. എനിക്ക് AS ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ചാനലുണ്ട്. അതിൽ ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് ചില ഒരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഗൈസ് ഇടുന്നത്. അപ്പം ഇത് കാണുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഗൈസ്, ഈ വീഡിയോ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫ്രീ ഫയർ, കാൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണ് ഗൈസ്. നമ്മൾ ഓടിയില്ലെങ്കിൽ സ്പീഡ് കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഓടി ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇറങ്ങി ഇവിടെ നമ്മളെങ്ങനെയെങ്കിലും അത് തിരിച്ചിട്ട് ഇറങ്ങി. നമുക്കിനി തിരിച്ചു പോകാം. ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് ആണ് എനിക്ക് തോന്നണേ. ഗ്രാഫിക്സ് ആണ് ഗൈസ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു റിയാലിറ്റി ഫീൽ വരുന്ന ഒരു ഗ്രാഫിക്സ് ആണ് ഗൈസ് ഈ ബാക്ക് റൂംസിലുള്ളത്. ബാക്ക് റൂംസിൽ തന്നെ സെക്കൻഡ് ഇതാണ് ഗൈസ് സ്കൂൾ റൂംസ്. ഓക്കെ നമ്മളെത്തി. പക്ഷെ മനസ്സിലായില്ലേ, നേരത്തെ വെള്ളം ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത് തിരിച്ചപ്പോൾ അത് ഒരു ഇതും കൂടെ പോയി. അപ്പം നമ്മൾ അവിടെ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇത് തിരിച്ചപ്പോൾ ഇതായതായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും രണ്ടെണ്ണം കൂടി ഇനിയും തിരിച്ചാൽ നമുക്ക് വെള്ളം ഫുള്ള് പോകുമെന്ന് തോന്നുന്നു. ഈ തിരിച്ചു പോകുന്ന വഴിയാണ്. സോറി, തെരുവഴി. ഇത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബ്രെയിൻ അങ്ങനെയാണ് പറയുന്നത്. ഒഞ്ചോ മോനെ ഗൈസ്, ഇതൊരു പുതിയ വഴിയാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം കാണും ഗൈസ്. ഇവിടെ ഒരു വഴിയുണ്ട്. ചുമ്മാ വഴിയെ കൊണ്ടാക്കിയിട്ടേക്കും ഗൈസ്. കാരണം ഇതൊരു മെയ്സ് പോലെയാണ് ഗൈസ്, അതുകൊണ്ടായിരിക്കും. ഇവിടോട്ടൊരു വഴിയുണ്ട്. ഇവിടോട്ട് നമുക്ക് പോയി നോക്കാം. പക്ഷെ അടുത്തൊരു സ്വിമ്മിംഗ് പൂള്. പക്ഷെ ഇത് വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളാണ് ഗൈസ്. ഇറങ്ങിയാൽ കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും ഇല്ലേ ഗൈസ്? കുഴപ്പമൊന്നുമില്ല. ഇവിടോട്ടൊരു വഴിയുണ്ട്. പക്ഷെ അതുപോലത്തെ സാധനം അവിടെയും കിടപ്പുണ്ട് ഗൈസ്. ജൂന് ഞാൻ വിചാരിച്ചു ഗൈസ് അതൊരു ഗ്ലിച്ചായതാണ്. ഞാൻ വിചാരിച്ചത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന്. നമുക്ക് ഇത് തിരിക്കാം. നമ്മൾ തിരിച്ചു ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടിയേ തിരിക്കാനുള്ളൂ. അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. സ്കൂൾ തുറന്നുകൊണ്ട് ചില വീഡിയോ ഇടാനൊക്കെ കുറച്ച് മുടക്കങ്ങളാണ്. നിങ്ങളെല്ലാം സഹകരിക്കണം. അതായത് നമ്മൾ ഇവിടോട്ടൊരു വഴിയുണ്ട് ഗൈസ്. നമുക്ക് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എല്ലാ വഴിയും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും ഗൈസ്. പക്ഷെ ഇവിടെ അടുത്തൊരു പൂളാണ് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ ഇതൊക്കെ ഇരുന്ന് കറങ്ങുന്നു. താഴോട്ടൊരു വഴിയുണ്ട്, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷെ ഒരു ക്യൂബ് നിന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ. കിടിലൻ ക്യൂബ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും കാണാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. നമുക്ക് ഇവിടോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഗൈസ് അവിടെ ഒരു വഴിയും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വഴിയും കൂടെ പോയി നോക്കാം. ഇവിടെ കുറച്ച് കണ്ടോ ഗൈസ്, അങ്ങറ്റത്ത് ഒരു സംഭവം നിങ്ങൾ കണ്ടോ? അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. വല്ല മോൺസ്റ്റർ ആണെങ്കിൽ ഞാൻ പെടും ഗൈസ്. ഗൈസ് അത് മനസ്സിലായി, അത് മറ്റേ തിരിക്കുന്ന സാധനമാണ്. യെസ് ഗൈസ്, അത് മറ്റേ തിരിക്കുന്ന സാധനമാണ്. രണ്ട് സാധനം ഈ ഇതിനകത്തുണ്ട് ഗൈസ്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് ഇവിടെ ചാടാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇതും കൂടെ തിരിക്കാം ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ ഫുള്ള് 4 എണ്ണവും തിരിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ വെള്ളം ഫുള്ള് പോയി കാണുമെങ്കിൽ നമുക്ക് ലാഡർ വഴി ഇറങ്ങാൻ തോന്നുന്നു. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ മറന്നു, ലൈവ് അല്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ തിരിച്ചെത്തി. വെള്ളം പോയത് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാഡറിൽ കൂടി ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ലാഡറിൽ കൂടെ ഇറങ്ങി. ഇവിടെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കുഴിയുണ്ട്, ചാടാൻ പറ്റുമോ? ഇതിലൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഗൈസ് അവിടെ ഒരു ഇതുണ്ട് ഗൈസ്, ഓടാൻ പറ്റുന്നില്ല ഗൈസ്. ഓടാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മൾ ഇരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ എസ്കേപ്പ് ചെയ്തോ? ഒരു എലിവേറ്ററിൽ കയറി നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്തു എങ്ങനെയെങ്കിലും.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പൂൾ റൂംസിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞു എന്തോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എസ്കേപ്പ് ചെയ്തു. റെഡ് ലൈറ്റ് ഒക്കെ കത്തുന്നു. ഇവൻ്റെ മേ ബി ഗൈസ്, ആ പൂൾ റൂംസ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞൊരു ഇതാണ് ഗൈസിൽ വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളേതോ ഒരു പാർക്കിംഗ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ പാർക്കിംഗ് സ്ഥലം എന്ന് വെച്ചാൽ വൻ സീനാണ് ഈ പാർക്കിംഗ് സ്ഥലം. നമുക്കിവിടെയൊക്കെ നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും മോൺസ്റ്റർ പ്രശ്നം കാണും, അല്ലാതെ ഇവർ ചുമ്മാ വിടത്തില്ല. എന്തായാലും പൂൾ റൂംസിൽ നമ്മൾ ചുമ്മാ എസ്കേപ്പായി. താഴോട്ട് ഇരുട്ടാണ് ഗൈസ്, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല. തിരിച്ച് എലവേറ്ററിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നാൽ നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു വഴിയുണ്ട്. എനിക്കൊന്നും ആ വഴി നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഇരുട്ടാണ് ഗൈസ്. നമുക്ക് ഇവിടോട്ട് ഇതുവഴി പോകാൻ പറ്റും. എന്നാലും നോക്കാം. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. നമുക്കൊരു ആൽമണ്ട് വാട്ടർ കിട്ടി. അങ്ങനെ ഫൈനലി നമുക്ക് ഈ ഒരു വീഡിയോയിലൊരു സാധനമെങ്കിലും കിട്ടി. ആൽമണ്ട് വാട്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് കൂട്ടാനാണ് ഗൈസ്. ഇവിടെ മറ്റേ നമുക്ക് ആദ്യത്തിൽ കിട്ടിയത് ഒരു പിങ്ക് കളർ സംഭവം ഉണ്ട്. നമ്മൾ ഏത് വഴിയാണ് വന്നതെന്ന് മറന്നുപോയി ഗൈസ്. നമ്മൾ ഇതുവഴിയാണ് ഗൈസ് വന്നത്. ഇവിടെയൊന്നും ഒന്നുമില്ല. നമുക്ക് തിരിച്ച് എലവേറ്ററിൽ കയറാൻ പറ്റും. നമുക്ക് എലവേറ്ററിൽ കയറാൻ പറ്റും, പക്ഷെ നമ്മൾ എസ്കേപ്പ് ആകത്തില്ല ഗൈസ്. അതാ വേറൊരു കുഴപ്പം. എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു എലവേറ്റർ ഫസ്റ്റ് ഇതിലെ പോലെ കണ്ടുപിടിക്കണം എന്നെനിക്ക് തോന്നുന്നു ഗൈസ്. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. നമുക്ക് ടോർച്ച് എടുക്കാം. ഇവിടെ കുറേ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ സാധനങ്ങൾ പോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഗൈസ് ഇങ്ങോട്ട് പോയോ? നിങ്ങളാ സൗണ്ട് കേട്ടോ, ഒരു കുരയ്ക്കണ ഒരു സൗണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഒരു കുരയ്ക്കണ സൗണ്ട്. അതൊരു പട്ടിയാണോ ഗൈസ് ഇതിൻ്റെ ഗെയിമിൽ? എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും ഇത് ടെററാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വേണ്ടി സബ് ചെയ്യാൻ പറ്റുന്നത് കിട്ടില്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.